എവരിവൺ, വെൽക്കം ടു അഡ്രിനാലിൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാട്ടമിയിലെ അബ്ഡോമൻ പോർഷനിൽ വരുന്ന യൂറിനറി ബ്ലാഡറാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് യൂറിനറി ബ്ലാഡർ. ലോങ് എസ്സേസിൽ ഇതിൻ്റെ ലിഗമെൻറ്റ്സ് ഒക്കെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഷുവറായിട്ട് ചോദിക്കാറുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ലിഗമെൻറ്റ്സ്. അതുപോലെ തന്നെ 8 മാർക്സിന് ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ യൂറിനറി ബ്ലാഡർ ഇറ്റ് സെൽഫ് മൊത്തത്തിൽ ചോദിക്കാറുണ്ട്. സോ നമുക്ക് ഇന്ന് യൂറിനറി ബ്ലാഡർ ഡിസ്കസ് ചെയ്യാം. യൂറിനറി ബ്ലാഡറിൻ്റെ നോട്ട്സ് നമ്മളുടെ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ആ നോട്ട്സ് എല്ലാം റെഫർ ചെയ്യാം, പഠിക്കാം. ഇപ്പം നമുക്ക് ജസ്റ്റ് എക്സാമിന് എന്തെല്ലാം പോയിൻറ്റ്സ് എഴുതണം, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് പോവാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വാട്ട് ഈസ് യൂറിനറി ബ്ലാഡർ? ഇറ്റ് ഈസ് എ മസ്കുലർ റിസർവയർ ഓഫ് യൂറിൻ സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു മസ്കുലർ ഓർഗൻ ആണ്. ആൻഡ് ഇറ്റ് ലൈസ് ഇൻ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് പെൽവിക് ക്യാവിറ്റി. പെൽവിക് ക്യാവിറ്റിയുടെ ആൻറ്റീരിയർലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് യൂറിനറി ബ്ലാഡർ. ഇനി മെയിൽസിന് ഫീമെയിൽസിനെക്കാളും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. മെയിൽസിൻ്റെ കേസിൽ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ഫ്രണ്ടിലായിരിക്കും. ഇറ്റ് വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ റെക്ടം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ ഇറ്റ് വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് യൂട്രസ്, because uterus is present between the urinary bladder and the rectum in the female. അപ്പോൾ മെയിൽസിൽ അത് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി റെക്ടം ആൻഡ് ഫീമെയിൽസ് ഇറ്റ് വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ യൂട്രസ് ആൻഡ് ഇറ്റ് വിൽ ബി ദി ആൻറ്റീരിയർ പോർഷൻ, ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ പെൽവിക് ക്യാവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു യൂറിനറി ബ്ലാഡർ ഓർഗൻ ആയിരിക്കും. ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ when it is empty it will be tetrahedral in shape. When it is fully filled it will be ovoid in the shape. That is about the introduction part of urinary bladder. ഇനി നമുക്ക് പൊസിഷണൽ വേരിയേഷൻസ് നോക്കാം. അതായത് എത്ര യൂറിൻ്റെ എമൗണ്ട് ഉണ്ട് അതിനനുസരിച്ച് എന്തായിരിക്കും ഇവരുടെ പൊസിഷൻ, യൂറിനറി ബ്ലാഡറിൻ്റെ പൊസിഷൻസ്. എം ടി ആണെങ്കിൽ അത് വിത്തിൻ ദ ലോവർ പെൽവിസ് തന്നെയായിരിക്കും സിറ്റുവേറ്റഡ്. ഫിൽഡ് ആണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യും. യൂറിനറി ബ്ലാഡർ മസ്കുലർ ഓർഗൻ ആണല്ലോ, അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് എങ്ങോട്ട് ചെയ്യുന്നു? അപ്വേർഡ് ആൻഡ് ഫോർവേഡ് ആയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് ഇൻ ദി അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ട്. അത് അബ്ഡോമിനൽ ക്യാവിറ്റി വരെ എത്തുന്നു എക്സ്പാൻഡ് ചെയ്തിട്ട്. ചിൽഡ്രൻസിൻ്റെ കേസിലാണെങ്കിൽ അത് ടോട്ടലി ഒരു അബ്ഡോമിനൽ പെൽവിക് ഓർഗൻ ആയിരുന്നു. ബട്ട് ആഫ്റ്റർ ദ പ്യൂബേർട്ടി അല്ലെങ്കിൽ ഡ്യൂറിങ് പ്യൂബേർട്ടി ഇറ്റ് വിൽ ബിക്കം എ പെൽവിക് ഓർഗൻ ആയിട്ട്, പെൽവിക് ഓർഗൻ മാത്രമായിട്ട് മാറും. അപ്പോൾ അതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടും പൊസിഷണൽ വേരിയേഷൻസും പറഞ്ഞു. ഈ കപ്പാസിറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു അഡൾട്ടിന്, ഒരു നോർമലി ഒരു അഡൾട്ടിന് 120 to 320 ml ആണ് യൂറിനറി ബ്ലാഡറിൽ യൂറിൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അതൊരു 220 ml ഗ്രേറ്റർ ആകുമ്പോൾ തന്നെ നമുക്ക് മിക്ചുറേഷന് ഡിസയർ ആവും, അല്ലെ നമുക്ക് മിക്ചുറേഷൻ എന്ന ഫീലിംഗ് വരും. 250 to 300 ml ആകുമ്പോഴത്തേനും യൂഷ്വലി നമ്മളത് യൂറിനറി ബ്ലാഡർ എം ടി ചെയ്യാൻ ശ്രമിക്കും. അപ് ടു 500 മാത്രമേ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എബവ് 500 നമ്മൾ യൂറിൻ സ്റ്റോർ ചെയ്താൽ നമുക്ക് യൂറിനറി ബ്ലാഡറിൽ പെയിൻ എടുത്ത് തുടങ്ങും. 800 ml ആകുമ്പോഴത്തേനും നമുക്ക് ബിയോണ്ട് കൺട്രോൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഈസ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദി യൂറിനറി ബ്ലാഡർ. അപ്പോൾ നമ്മൾ കോർ ടോപ്പിക്കിലോട്ട് എത്തി. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞോളൂ, നമ്മൾ കോർ ടോപ്പിക്കിലോട്ട് എത്തി. അതായത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദി യൂറിനറി ബ്ലാഡർ. ഇതാണ് ഒരു യൂറിനറി ബ്ലാഡറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു അപ്പെക്സ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, ഒരു നെക്ക് ഉണ്ട്, 3 സർഫസും 4 ബോർഡേഴ്സും ഉള്ളത്. ഇത് നമുക്ക് തന്നെ വരച്ചെഴുതാവുന്നതാണ്. അതായത് ഒരു അപ്പെക്സ് ഉണ്ട്. ഓക്കെ, ദിസ് വിൽ ബി ദി അപ്പെക്സ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് അപ്പെക്സ് ആണ്. ഇവിടെ ഒരു മീഡിയൻ അമ്പലിക്കൽ ലിഗമെൻറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് അപ്പെക്സ്. അവിടെ ഒരു മീഡിയൻ അമ്പലിക്കൽ ലിഗമെൻറ്റ് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു അപ്പെക്സ് അതാണ്. അത് എവിടെയായിരിക്കും? അപ്വേർഡ്, അതായത് യൂറിനറി ബ്ലാഡറിൻ്റെ അപ്പർ പൊസിഷനിലാണ് അപ്പെക്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇതാണ് ബേസ്. ഓക്കെ, ഈ ഒരു പോർഷനാണ് ബേസ്. ബേസ് എന്ന് പറയുന്നത് ലോവർ പോർഷനായിട്ട്, ഇതാണ് ഒരു 3Dയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു ലോവർ പോർഷനായിട്ട് തന്നിരിക്കുന്നത്. ഇത് അപ്പെക്സ് അപ്പർ പോർഷനിൽ, ഇതൊരു ലോവർ പോർഷനിലാണ് എന്തിരിക്കുന്നത്? ബേസ് ഇരിക്കുന്നത്. നെക്സ്റ്റ് വരാൻ പോകുന്നത് നെക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യൂറിനറി ബ്ലാഡറിൻ്റെ നെക്ക്. അതായത് യൂറിനറി ബ്ലാഡറും
യൂറീത്രയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ. യൂറിനറി ബ്ലാഡർ കുറച്ച് നാരോ ആയിട്ട് പിന്നീട് അത് യൂറിത്രയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് യൂറിനറി ബ്ലാഡറിൻ്റെ നെക്ക് എന്ന് പറയുന്നത്. ആ നെക്കിനെ സറൗണ്ട് ചെയ്തിട്ട് പ്രോസ്റ്റേറ്റ് വരുന്നുണ്ടായിരിക്കും. അതായത് നെക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് അവിടെ പ്രോസ്റ്റേറ്റ് വരുന്നുണ്ടായിരിക്കും. ദാറ്റ് കവേഴ്സ് ദ യൂറീത്ര. അങ്ങനെ ആ പോർഷൻ ഓഫ് യൂറീത്ര എന്നാണ് പ്രോസ്റ്റാറ്റിക് യൂറീത്ര എന്ന് പറയുന്നത്. അത് യൂറീത്രയാണ്. യൂറിനറി ബ്ലാഡറിൽ നമ്മൾ എന്ത് പറഞ്ഞു? അപ്പെക്സ് പറഞ്ഞു, അവിടെ ഒരു മീഡിയം അമ്പലിക്കൽ ലിഗമെന്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ബേസ് ഉണ്ടായിരിക്കും, പിന്നെ അത് ഡൗൺവേർഡാണ്, അപ്പെക്സ് അപ്വേർഡാണ്. പിന്നെ നമുക്കൊരു നെക്ക് ഉണ്ടായിരിക്കും. അതായത് യൂറിനറി ബ്ലാഡറും യൂറീത്രയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ, ആരോ പോർഷനാണ് നെക്ക്. യൂറീത്രയുടെ ചുറ്റുമുള്ള ചുറ്റും പ്രോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും. പ്രോസ്റ്റാറ്റിക് യൂറീത്രയാണ് ആ പോർഷൻ ഓഫ് യൂറീത്രയാണ് പറയുന്നത്. അപ്പോൾ യൂറിനറി ബ്ലാഡറിൽ അപ്പെക്സും ബേസും നെക്കും കഴിഞ്ഞു. ഇനി 3 സർഫസും 4 ബോർഡർ നോക്കിയാൽ മതി. അത് 3 സർഫസ് എന്ന് പറയുന്നത് ഇതായിരിക്കും സുപ്പീരിയർ സർഫസ്, ഇതായിരിക്കും 2 ഇൻഫ്രോലാറ്ററൽ സർഫസ്. ഇവിടെയും ഒരു ഇൻഫ്രോലാറ്ററൽ ഉണ്ടായിരിക്കും, ഈ ഒരു പോർഷനിലും ഒരു ഇൻഫ്രോലാറ്ററലും ഈ ഒരു പോർഷനിലും ഇൻഫ്രോലാറ്ററൽ സർഫസ് ഉണ്ടായിരിക്കും. അങ്ങനെ 3 സർഫസ് വന്നു. ഇനി വരുന്നത് 4 ബോർഡേഴ്സ് ആണ്. ഇതാണ് ആൻറ്റീരിയർ ബോർഡർ, ഇത് രണ്ട് ലാറ്ററൽ ബോർഡർ. അപ്പോൾ എത്രയും 3 ബോർഡേഴ്സായി. ഇതാണ് ഒരു പോസ്റ്റീരിയർ ബോർഡർ. നമുക്ക് ഈ ബേസിനെ പോസ്റ്റീരിയർ സർഫസ് ആക്കിയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗറിലോട്ട് നോക്കുവാണെങ്കിൽ അപ്പെക്സ് വന്നു, ബേസ് വന്നു, പോസ്റ്റീരിയർ സർഫസ് എന്നും വിളിക്കാം, നെക്ക് വന്നു. ഇനി നമ്മൾ സർഫസ് പറഞ്ഞപ്പോൾ ഇത് സുപ്പീരിയർ സർഫസ്, ഇത് ഇൻഫ്രോലാറ്ററൽ സർഫസ്, 2 ഇൻഫ്രോലാറ്ററൽ സർഫസ്, 3 സർഫസായി. പിന്നെ ഇതെന്ന് പറയുന്നത് 2 ലാറ്ററൽ ബോർഡേഴ്സ്, ഒരു ആൻറ്റീരിയർ ബോർഡർ ആൻഡ് ഒരു പോസ്റ്റീരിയർ ബോർഡർ. ഓക്കെ, അപ്പോൾ യൂറീറ്റർ യൂറിനറി ബ്ലാഡറിലോട്ട് കണക്ട് ചെയ്യുന്നു, യൂറിനറി ബ്ലാഡർ യൂറീത്രയിലോട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു യൂറിൻ്റെ പാത്ത് പോകുന്നത്. അപ്പോൾ പാർട്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് യൂറിനറി ബ്ലാഡർ കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് റിലേഷനാണ്. റിലേഷൻ നമുക്ക് ഈ പറഞ്ഞ ഓരോ പാർട്സിൻ്റെ റിലേഷൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഡിഫറൻസിൽ തന്നെ പറയാം. അപ്പോൾ ബേസ് ഫസ്റ്റ് നമുക്ക് ബേസ് എടുത്തു. ഓക്കെ, ബേസ് എടുത്തു. ബേസ് ആണെങ്കിൽ മെയിൽസ് ആൻഡ് ഫീമെയിൽസിലെ ഡിഫറൻസ് ഉണ്ട്. മെയിൽസിലാണെങ്കിൽ ബേസിന് അറ്റാച്ച് ചെയ്തിട്ട് റെക്ടോവെസിക്കൽ പൗച്ച്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കൽ, റെക്ടോവെസിക്കൽ ഫേസ് ഓഫ് ഡെനോവില്ലയാണ് ഉള്ളത്. ഫീമെയിൽസിലാണെങ്കിൽ യൂട്രോവെസിക്കൽ പൗച്ചാണുള്ളത്. ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം? യൂറിനറി ബ്ലാഡർ കഴിഞ്ഞിട്ട് മെയിൽസിലാണെങ്കിൽ റെക്റ്റമാണ് വരുന്നത്. അതുകൊണ്ടാണ് റെട്രോവെസിക്കൽ പൗച്ചും റെട്രോവെസിക്കൽ ഫേസ് ഓഫ് ഡെനോവില്ല ഒക്കെ വന്നത്. കാരണം റെക്റ്റമാണ് വരുന്നത്. പക്ഷേ ഫീമെയിൽസിൻ്റെ കേസിൽ അതിന് ബാക്കിൽ ബിഹൈൻഡിൽ എന്തായിരിക്കും? യൂട്രസ് ആയിരിക്കും. ഓക്കെ, യൂട്രസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇവരുടെ ബേസിൻ്റെ റിലേഷനായിട്ട് വന്നത് എന്തായിരിക്കും? യൂട്രോവെസിക്കൽ, യൂട്രസും വെസിക്കലും യൂറിനറി ബ്ലാഡറും, അതാണ് യൂട്രോവെസിക്കൽ പൗച്ച് അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത്. അതാണ് ബേസിൻ്റെ റിലേഷൻ വിത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. നെക്ക് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അപ്പെക്സ് അപ്വേർഡ് ആണെങ്കിൽ നെക്ക് ലോവസ്റ്റ് പൊസിഷനിലായിരിക്കും, അത് ഫിക്സ്ഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് പിയേഴ്സ്ഡ് ബൈ യൂറീത്രയിലോട്ടാണ് അത് പിന്നെ കണക്ട് ചെയ്യുന്നത്. മെയിൽസിലാണെങ്കിൽ നെക്കിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തായിരിക്കും? പ്രോസ്റ്റേറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട ഫിഗർ മെയിലിൻ്റെയാണ്, അപ്പോൾ പ്രോസ്റ്റേറ്റ് ഉണ്ട്. ഫീമെയിൽസ് ആണെങ്കിൽ അവിടെ യൂറോജെനിറ്റൽ ഡയഫ്രം ആണ് വരുന്നത്. നെക്സ്റ്റ് സുപ്പീരിയർ സർഫസ്, നമ്മളിവിടെ കണ്ട സുപ്പീരിയർ സർഫസ്, ഈ സുപ്പീരിയർ സർഫസിലാണെങ്കിൽ അതൊരു ട്രയാങ്കുലർ, നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അതൊരു ട്രയാങ്കുലർ എന്താ പറയുക പോർഷനാണല്ലോ. അതിൽ മെയിൽസിൻ്റെ റിലേഷൻ ആണെങ്കിൽ കോയിൽസ് ഓഫ് ഇലിയം വരുന്നുണ്ടായിരിക്കും, സിഗ്മോയിഡ് കോളനും വരുന്നുണ്ടായിരിക്കും. സെയിം തന്നെ, അതായത് ഇൻഡസ്റ്റൈൻ്റെ പോർഷനാണ് ഇലിയം കോളനൊക്കെ. അപ്പോൾ ഫീമെയിൽസിലാണ് കോയിൽസ് ഓഫ് ഇലിയും പിന്നെന്താ പറയുക വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തായിരിക്കും? എപ്പോഴും യൂട്രസ് ഇങ്ങനെയാണ് ലേ ചെയ്യുന്നത്. ഇതൊരു യൂറിനറി ബ്ലാഡർ, ഇങ്ങനെയാണ് യൂട്രസ് എപ്പോഴും ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സുപ്പീരിയർ സർഫസിനോട് നമുക്ക് എന്ത് കിട്ടും? യൂട്രൈൻ്റെ ഒരു പോർഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക സ്പേസ് ഉണ്ട്, പൗച്ച്, വെസിക്കോ യൂട്രൈൻ പൗച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കോയിൽസ് ഓഫ് ഇലിയത്തിൻ്റെ കൂടെ യൂട്രൈൻ സർവിക്സും പിന്നെ വെസിക്കോ യൂട്രൈൻ പൗച്ചും വരുന്നുണ്ട്. അതായത് സുപ്പീരിയർ സർഫസിലോട്ട് അറ്റാച്ച് ചെയ്യാൻ ഈ ഒരു യൂട്രസ് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ ആയതുകൊണ്ട് ആ ഒരു റിലേഷൻ വരുന്നു. നെക്സ്റ്റ് 2 ഇൻഫ്രോലാറ്ററൽ, നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ 2 ഇൻഫ്രോലാറ്ററൽ, ഇതാണ് ഇൻഫ്രോലാറ്ററൽ. ഈ 2 ഇൻഫ്രോലാറ്ററൽ സർഫസ് ഉണ്ടായിരിക്കും. അത് ഡൗൺവേർഡ്സ് ആണ് അതിൻ്റെ സ്ലോപ്പ് വരുന്നത്. ഫോർവേഡ് ആണ്, മീഡിയൽ ടു മീറ്റ് ദ മിഡ് ലൈൻ ആയിരിക്കും. ആൻഡ് ഓൾസോ ദർ ഈസ് ഡിവൈഡ് ഓഫ് പെരിട്ടോണിയം, അവർ പെരിട്ടോണിയം
ഉണ്ടായിരിക്കത്തില്ല. ഇൻഫ്രാലാറ്റർ സർഫസിൽ മാത്രം പെറിട്ടോണിയം അറ്റാച്ച്ഡ് ആയിട്ടിരിക്കില്ല. ഇനി ഇതിൻ്റെ റിലേഷൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസിൽ പറയുകയാണെങ്കിൽ ഇൻഫ്രാലാറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള റിലേഷനാണ് പറയുന്നത്. അതായത് ഒരു സൈഡിലത്തെ റിലേഷന് രണ്ട് സൈഡിലും അങ്ങനെ തന്നെ. അങ്ങനെ മെയിൽസ് ആണെങ്കിൽ ലെറ്ററോ പ്യൂബിക് സ്പേസ് ഉണ്ടായിരിക്കും, പ്യൂബിക് സിംഫസൈസ് ഉണ്ടായിരിക്കും, പ്യൂബോ പ്രോസ്റ്റേറ്റിക് ലിഗമെന്റ് ഉണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ് ഫീമെയിൽ ആണെങ്കിൽ അവിടെ ഒബ്ട്രേറ്റർ ഇൻറ്റേർണസും ലെവേറ്റർ ആനിയുമാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അതാണ് ഇത്രയുമാണ് റിലേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പാർട്സ് മനസ്സിലാവും. അപ്പെക്സ്, ബേസ്, നെക്ക്, സർഫസ് ആൻഡ് ബോർഡേഴ്സ്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് റിലേഷൻസും പറയാം. ഇപ്പോൾ നമുക്ക് അപ്പെക്സിൻ്റെ റിലേഷൻ ഇല്ല, അപ്പോൾ നമ്മൾ ബേസിൻ്റെ റിലേഷൻ പറയാം, മെയിൽസ് ആൻഡ് ഫീമെയിൽസ് പറയാൻ പറ്റും. പിന്നെ നെക്കിൻ്റെ റിലേഷൻ അതുപോലെ തന്നെ എവിടെയാണ് ഇരിക്കുന്നത് നെക്ക് എന്ന് പറയാം. അതിനുശേഷം മെയിൽസ് ആൻഡ് ഫീമെയിൽസിൽ എന്താണ് നെക്കിനെ റിലേറ്റ് ആയിട്ട് ഇരിക്കുന്നത് പറയാം. സുപ്പീരിയർ സർഫസിൽ എന്താ വരുന്നത്, ഇൻഫ്രാലാറ്ററൽ സർഫസിൽ എന്താണ് വരുന്നത് എന്നാണ് നമ്മൾ റിലേഷൻസ് ഇപ്പോൾ നോക്കിയത്. നിങ്ങൾക്ക് നോട്ട് റെഫർ ചെയ്തിട്ട് ഒന്നുകൂടി കൃത്യമായിട്ട് വായിച്ച് നോക്കാം. നിങ്ങൾക്ക് ആ ഫിഗർ ഓർത്തിട്ട് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച് പഠിച്ചാലും മതി. ഒന്ന് ഓർത്താൽ മതി, മെയിൽസിൻ്റെ ബിഹൈൻഡിൽ റെക്റ്റമാണ്. സോ അവിടെ റെക്ടോ വെസൈക്കിൾസ് പൗച്ച് ആയിരിക്കും. പക്ഷേ ഇൻ കേസ് ഓഫ് ഫീമെയിൽസ് എപ്പോഴും ഓർക്കുക യൂട്രസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്രോ വെസിക്കൽ പൗച്ച്, യൂട്രസ്, ഇതൊക്കെ ആയിരിക്കും റിലേഷൻസ് കൂടുതൽ വരാൻ സാധ്യത. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ വരുന്നത്, ദാറ്റ് ഈസ് ലിഗമെൻറ്റ്സ് അല്ലെങ്കിൽ സപ്പോർട്ട്സ് ഓഫ് യൂറിനറി ബ്ലാഡർ. ട്രൂ ലിഗമെൻറ്റ്സ് ആണ് ആക്ച്വലി സപ്പോർട്ട് കൊടുക്കുന്നത്. ഓക്കെ, സപ്പോർട്ട് ടു ദ യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ലിഗമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ കാണിക്കുന്നു, അതായത് ഈ ഒരു ഫിഗറിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാം ട്രൂ ലിഗമെൻറ്റ്സിന് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ലിഗമെൻറ്റ്സും നമുക്ക് ട്രൂ ലിഗമെൻറ്റ്സ് നമുക്ക് സപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ലാറ്ററൽ ലിഗമെൻ്റ് ആണ് വരുന്നത്. സോറി, ഇതല്ല. ഓക്കെ, ലാറ്ററൽ ട്രൂ ലിഗമെൻറ്റ്. ലാറ്ററൽ ട്രൂ ലിഗമെൻറ്റ് ഓഫ് ദി, ഇതാണ് എന്ത്, ദിസ് ഈസ് യൂറിനറി ബ്ലാഡർ ആൻഡ് ദിസ് ഈസ് യൂട്രസിൻ്റെ സെർവിക്സ്. ഇത് റെക്റ്റം, ഇത് നമ്മുടെ വെർട്ടിബ്രം. ഈ ഒരു സർക്കിൾ പോലെ നിൽക്കുന്നതുണ്ടല്ലോ, അതാണ് ടെൻഡിനസ് ആർച്ച് ഓഫ് പെൽവിക് ഫേഷ്യ. ദിസ് വിൽ ബി ദ പ്യൂബിക് ബോൺസ്. ഓക്കെ, അപ്പോൾ ലാറ്ററൽ ട്രൂ ലിഗമെൻ്റ് നമ്മൾ ആദ്യം നോക്കുന്നത്. ലാറ്ററൽ ട്രൂ ലിഗമെൻ്റ് ഈ കാണുന്ന ഈ ഒരു സാധനമാണ് ലാറ്ററൽ ട്രൂ ലിഗമെൻ്റ്. അതായത് ഒരു യൂട്രസിൻ്റെ ഇൻഫ്രോലാറ്ററൽ സർഫസ്, ലാറ്ററൽ എന്നാണല്ലോ പേര്, അപ്പോൾ ഇൻഫ്രോലാറ്ററൽ സർഫസ് ഓഫ് ദി യൂറിനറി ബ്ലാഡറിൽ നിന്നും ഈ ഒരു ടെൻഡിനസ് ആർച്ച് ഓഫ് ദ പെൽവിക് ഫേഷ്യലോട്ട് കണക്ട് ചെയ്യുന്ന ലിഗമെൻ്റ് ആണ് ലാറ്ററൽ ലിഗമെൻ്റ്. അത് റൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, അതാണ് ലാറ്ററൽ ലിഗമെൻ്റ്. നെക്സ്റ്റ് ലിഗമെൻ്റ് ആണ് പ്യൂബോ പ്രോസ്റ്റാറ്റിക് ലിഗമെൻ്റ് അല്ലെങ്കിൽ പ്യൂബോ വെസിക്കൽ ലിഗമെൻ്റ്. അപ്പോൾ പ്യൂബോ വെസിക്കൽ ലിഗമെൻറ്റ്സ് ആണെങ്കിൽ, അപ്പോൾ പ്യൂബോ വെസിക്കൽ ലിഗമെൻ്റ് എന്ന് പറയുന്നത് ഫീമെയിൽസിലായിരിക്കും. അതേസമയം അതേ ലിഗമെൻ്റ് തന്നെ പ്യൂബോ പ്രോസ്റ്റാറ്റിക് ലിഗമെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ലാറ്ററൽ ലിഗമെൻ്റ് പറഞ്ഞു, ദെൻ പ്യൂബോ പ്രോസ്റ്റാറ്റിക് ലിഗമെൻ്റ് മെയിൽസിൻ്റെ കേസിലാണ് വരുന്നത്. അത് ഫീമെയിൽസ് കേസാണ് പ്യൂബോ വെസിക്കൽ ലിഗമെൻ്റ് വരും. അപ്പോൾ പ്യൂബോ പ്രോസ്റ്റാറ്റിക് ലിഗമെൻ്റ് ആണെങ്കിലും പ്യൂബോ വെസിക്കൽ ലിഗമെൻറ്റ്സ് ആണ്. അത് മീഡിയലി ഉണ്ട്, ലാറ്ററലി ഉണ്ട്. അതായത് മീഡിയലി 2 ലിഗമെൻറ്റ്സും ലാറ്ററലി 2 ലിഗമെൻറ്റ്സും. നേരത്തെ ലാറ്ററൽ ട്രൂ ലിഗമെൻറ്റ്സ് 2 റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഇവിടെ മീഡിയലും ലാറ്ററലും ഉണ്ട്, രണ്ടും ഈച്ച് 2 വെച്ചിട്ടാണ് ലിഗമെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ പ്യൂബോ പ്രോസ്റ്റാറ്റിക് ലിഗമെൻ്റ് എടുക്കുകയാണെങ്കിൽ ലാറ്ററൽ പ്യൂബോ പ്രോസ്റ്റാറ്റിക് ലിഗമെൻ്റ് ആണെങ്കിൽ അവർ ഡൗൺവേർഡ് ആൻഡ് മീഡിയലി ആയിരിക്കും. അവർ ആൻറ്റീരിയർ ടെൻഡിനസ് ആർച്ച് ഓഫ് പെൽവിക് ഫേഷ്യന്ന് അപ്പർ പോർഷൻ ഓഫ് ദ പ്രോസ്റ്റാറ്റിക് ഷീത്ത് എന്നായിരിക്കും. അതായത് ഈ ടെൻഡിനസ് ആർച്ചിൽ നിന്നും പ്രോസ്റ്റാറ്റിക് ഷീത്തിലോട്ടാണ് ലാറ്ററൽ പ്യൂബോ പ്രോസ്റ്റാറ്റിക് ലിഗമെൻ്റ്. മീഡിയൽ പ്യൂബോ പ്രോസ്റ്റാറ്റിക് ലിഗമെൻ്റ് ആണെങ്കിൽ ഡൗൺവേർഡ് ആൻഡ് ബാക്ക്വേർഡ് ആയിരിക്കും. അവർ ബാക്ക് ഓഫ് ദ പെൽവിസിൽ നിന്നും പ്രോസ്റ്റാറ്റിക് ഷീത്ത് ആയിരിക്കും. അതായത് ഈ ഒരു പെൽവിക് ബോൺസിൻ്റെ ബാക്കിൽ നിന്നും പ്രോസ്റ്റാറ്റിക് ഷീത്തിലോട്ടായിരിക്കും. പ്യൂബോ വെസിക്കലാണെങ്കിലും ഈ പറയുന്ന മീഡിയൽ ആൻഡ് ലാറ്ററൽ വരുന്നു. ലാറ്ററലി ആണെങ്കിൽ ഈ ടെൻഡിനസ് ആർച്ചിൽ നിന്നും, മീഡിയലി ആണെങ്കിൽ പ്യൂബിക് ബോൺസിൻ്റെ ബാക്കിൽ നിന്നും യൂറിനറി ബ്ലാഡറിൻ്റെ ഷീറ്റിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതാണ് ലാറ്ററൽ ലിഗമെൻറ്റും കഴിഞ്ഞു, പ്യൂബോ പ്രോസ്റ്റാറ്റിക് ലിഗമെൻറ്റും നമ്മൾ നോക്കി. നെക്സ്റ്റ് വരുന്നതാണ് മീഡിയൻ അംബലിക്കൽ ലിഗമെൻറ്റ്. മീഡിയൻ അംബലിക്കൽ ലിഗമെൻറ്റ് നമ്മൾ നേരത്തെ ഫിഗറിൽ ഓൾറെഡി പഠിച്ചതായിരുന്നു. അതാ മീഡിയൻ അംബലിക്കൽ ലിഗമെൻറ്റ്, ഇതാണ് 3ാമത്തെ ട്രൂ ലിഗമെൻറ്റ്. മീഡിയൻ അംബലിക്കൽ ലിഗമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ഫ്രം യുറാക്കസിൽ നിന്നുമാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ആൻഡ് ഇറ്റ്സ് അറൈസസ് ഫ്രം ദി അപ്പെക്സ് ടു ദി അംബലിക്കസ്. മീഡിയൻ അംബലിക്കൽ എന്ന് പറയുമ്പോൾ അപ്പെക്സിൽ നിന്നും അംബലിക്കസിലോട്ടാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് പോകുന്നത്. ആൻഡ് അത് നമ്മൾ പറഞ്ഞ യുറാക്കസിൻ്റെ റെമനൻ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയൻ അംബലിക്കൽ ലിഗ്മെൻ്റ് യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിനറി ബ്ലാഡറിനെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, യൂറിനറി ബ്ലാഡറിൻ്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു ലിഗ്മെൻറ്റ് ഹെൽപ്ഫുൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ഫോർത്ത് ട്രൂ ലിഗ്മെൻറ്റ് ആണ് നമ്മുടെ പോസ്റ്റീരിയർ ലിഗ്മെൻറ്റ്. അതും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ടെണ്ണം ഉണ്ട്. മീഡിയൻ അംബലിക്കൽ ലിഗ്മെൻറ്റ് ഒരെണ്ണേ ഉള്ളൂ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പോസ്റ്റീരിയർ ലിഗ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇതാണ് ഈ ഒരു വലിയ ലിഗ്മെൻറ്റ് കാണുന്നില്ലേ, അതാണ് പോസ്റ്റീരിയർ ലിഗ്മെൻറ്റ്. പോസ്റ്റീരിയർ ലിഗ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് വീനസ് പ്ലെക്സസ്, ഈ കാണുന്ന എല്ലാം വീനസ് പ്ലെക്സസ് ആയിരിക്കും. പോസ്റ്റീരിയർ ലിഗ്മെൻറ്റിൽ ഒരുപാട് വീനസ് പ്ലെക്സസ് ഉണ്ട്. അവിടെ വീനസ് ഡ്രെയിനേജ് അപ്പം നമുക്ക് പോസിബിൾ ആയിരിക്കും ആ ലിഗ്മെൻറ്റ് വഴി. അതുപോലെ തന്നെ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് എന്തായിരിക്കും, അത് ബേസ് ഓഫ് ബ്ലാഡറിൽ നിന്നുമാണ് വരുന്നത്. ബേസ് ഓഫ് ബ്ലാഡറിൽ നിന്നും വാൾ ഓഫ് ദി പെൽവിക് ഫേഷ്യയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ലാറ്ററൽ ലിഗ്മെൻ്റ് ആണെങ്കിൽ ഇൻഫ്രാലാറ്റർ സർഫസും ഫേഷ്യയും തമ്മിലായിരിക്കും. ബേസും ഫേഷ്യയും തമ്മിലാണ് പോസ്റ്റീരിയർ ലിഗ്മെൻറ്റ് വരുന്നത്. രണ്ടും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വരുന്നു. ഈ പ്യൂബോ പ്രൊസ്റ്റാറ്റിക് അല്ലെങ്കിൽ പ്യൂബോ വെസിക്കൽ ആണ് മീഡിയൽ ആൻഡ് ലാറ്ററൽ ഈച്ച് രണ്ടെണ്ണം വീതമുള്ളത്. അത് ലാറ്ററലി ആണെങ്കിൽ ഡൗൺവേർഡ് മീഡിയലായിരിക്കും. ആൻഡ് അത് ആർച്ചിൽ നിന്നും ഷീത്തിലേക്കായിരിക്കും. പിന്നെ മീഡിയലാണെങ്കിൽ ബാക്ക് ഓഫ് ദ പ്യൂബിക് ബോൺസിൽ നിന്നും ഷീത്തിലോട്ടായിരിക്കും. പിന്നെ ഒരു മീഡിയൻ അംബലിക്കൽ ലിഗ്മെൻ്റ് ആണ് വരുന്നത്. അത് അപ്പെക്സിൽ നിന്നും അംബലിക്കസിലോട്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും 4 ലിഗമെൻറ്റ്സ് ആണ് 1, 2, 3, 4 ലിഗമെൻറ്റ്സ് ആണ്. 2 ലിഗമെൻറ്റ്സ് ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ സപ്പോർട്ടിങ് ദി യൂറിനറി ബ്ലാഡർ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫാൾസ് ലിഗ്മെൻ്റ് ആണ്. ഓക്കെ, ഫാൾസ് ലിഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിന് കാര്യമായി സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒരു പെരിറ്റോണിയൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇതും അതുപോലെ തന്നെ ടൈപ്പ് എന്ന് പറയാൻ 3 ടൈപ്സ് ഉണ്ടായിരിക്കും. ആൻറ്റീരിയറിൽ തന്നെ മീഡിയൻ അംബലിക്കൽ ഫോൾഡ് ഉണ്ട്, പിന്നെ മീഡിയൽ അംബലിക്കൽ ഫോൾഡ് ഉണ്ട്. ഒരു മീഡിയൻ അംബലിക്കൽ ഫോൾഡ് ആയിരിക്കും. അത് എന്തിനെ കവർ ചെയ്യുന്നു, ആ ഫോൾഡ് എന്തിനെ കവർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയൻ അംബലിക്കൽ ലിഗ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൂ ലിഗ്മെൻറ്റിൽ ഒന്നാണ് മീഡിയൻ അംബലിക്കൽ ലിഗ്മെൻറ്റ്. അതിനെ കവർ ചെയ്തുകൊണ്ടിട്ടുള്ള ഫോൾഡാണ് മീഡിയൻ അംബലിക്കൽ ഫോൾഡ്. അതുപോലെ അംബലിക്കൽ ആർട്ടറീസിനെ കവർ ചെയ്യുന്ന ഫോൾഡാണ് മീഡിയൽ അംബലിക്കൽ ഫോൾഡ്. മീഡിയൻ അംബലിക്കൽ ഫോൾഡ് ആൻഡ് മീഡിയൽ അംബലിക്കൽ ഫോൾഡ്. ഒന്ന് മീഡിയൻ അംബലിക്കൽ ലിഗമെൻറ്റിനും ഒന്ന് അംബലിക്കൽ ആർട്ടറീസ്. 2 അംബലിക്കൽ ആർട്ടറീസ് ഉള്ളതുകൊണ്ട് തന്നെ 2 മീഡിയൽ അംബലിക്കൽ ഫോൾഡ് വരുന്നു. ഇതാണ് ആൻറ്റീരിയർലി വരുന്ന ഫോൾസ് ലിഗ്മെൻറ്റ്. ഇനി ലാറ്ററലി 2 ഫോൾസ് ലിഗ്മെൻറ്റ് വരുന്നുണ്ട്. അത് പെരിറ്റോണിയം ഓഫ് പാരാവെസിക്കൽ ഫേഷ്യ. പാരാവെസിക്കൽ ഫേഷ്യയുടെ പാരാവെസിക്കൽ ഫോസയുടെ പെരിറ്റോണിയൽ ഫോൾഡാണ് ലാറ്ററൽ ഫോൾസ് ലിഗ്മെൻറ്റ്. പോസ്റ്റീരിയർ ഫോൾസ് ലിഗ്മെൻറ്റും 2 എണ്ണം വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ പെരിറ്റോണിയം ഫോൾഡ് ഓഫ് സാക്രോജെനിറ്റൽ ഫോൾഡ്. സാക്രോജെനിറ്റൽ. ഓക്കെ, അപ്പോൾ സാക്രോജെനിറ്റലിൻ്റെ പെരിറ്റോണിയൽ ഫോൾഡാണ് പോസ്റ്റീരിയർ ലിഗ്മെൻറ്റ്. സോ ട്രൂവിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലാറ്ററൽ ലിഗ്മെൻറ്റ് 2 എണ്ണം, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. പ്യൂബോപ്രോസ്റ്റേറ്റിക് ലിഗ്മെൻറ്റ് മീഡിയൻ ലാറ്ററൽ 2 വീതം. പിന്നെ മീഡിയൻ അംബലിക്കൽ ലിഗ്മെൻറ്റ് 1 എണ്ണം അപ്പെക്സിൽ നിന്നും. പോസ്റ്റീരിയർ ലിഗ്മെൻറ്റ് 2 എണ്ണം റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഫാൾസ് ലിഗ്മെൻറ്റ് ആൻറ്റീരിയർലി ഒരു മീഡിയൻ അംബലിക്കൽ ഫോൾഡും 2 മീഡിയൽ അംബലിക്കൽ ഫോൾഡും. ലാറ്ററൽ ലിഗ്മെൻറ്റ്സ് ആണെങ്കിൽ 2 എണ്ണമുണ്ട്. പോസ്റ്റീരിയർ ലിഗ്മെൻറ്റ്സും 2 എണ്ണമുണ്ട്. അതെവിടെ ഫോൾഡായിട്ട് എവിടുത്തെ പെരിറ്റോണിയൽ ഫോൾഡാണെന്നും കൂടി മെൻഷൻ ചെയ്യുക. അത്രയേ ഉള്ളൂ ലിഗ്മെൻറ്റ്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓഫ് ദി യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത് ഈ ലിഗ്മെൻറ്റ്സിനെ മെൻഷൻ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് ദി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് യൂറിനറി ബ്ലാഡർ നമ്മൾ പറയും. അപ്പോൾ ഈ ഇൻറ്റീരിയർലി ഇത് യൂറിനറി ബ്ലാഡറിൻ്റെ ഇൻറ്റീരിയർ പോർഷനാണ്. ഇൻറ്റീരിയർ ബ്ലാഡറിൽ നമുക്ക് എന്തൊക്കെ കാണാം? ഫസ്റ്റ് നമുക്കൊന്ന് കുറേ ഫോൾഡുകൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അതെന്ന് പറയുന്നത്
ഇറഗുലർ ഫോൾസ് ഇൻ ദ മ്യൂക്കോസിൽ കുറച്ച് ഇറഗുലർ ഫോൾസുകളാണിത്. അത് ഡ്യൂ ടു ദ ലൂസ് അറ്റാച്ച്മെൻറ്റ് ടു ദ മസ്കുലർ കോട്ട് കാരണമാണ് ഈ ഒരു ലൂസ് ഇറഗുലർ ഫോൾഡ് കാണുന്നത്. പക്ഷേ ഇവിടെ ഈ ഇൻറ്റർണൽ ട്രൈഗോണിൽ ഒരു സ്മൂത്ത് ഏരിയ നമുക്ക് കാണുന്നു. ഈ മ്യൂക്കോസ് ഏരിയയിൽ ഒരു സ്മൂത്ത് ഏരിയ കാണുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മസ്കുലർ കോട്ട്സ് ഭയങ്കര ഫേം അറ്റാച്ച്മെൻറ്റ് ആയതുകൊണ്ടാണ് അതൊരു സ്മൂത്ത് അപ്പിയറൻസ് വരുന്നത്. ഈ ഒരു സ്മൂത്ത് അപ്പിയറൻസിൽ കാണുന്ന ഒരു ഏരിയനാണ് നമ്മൾ ഇൻറ്റർണൽ ട്രൈഗോൺ എന്ന് പറയുന്നത്. അതും ഒരു സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദ യൂറിനറി ബ്ലാഡർ ആണ്. അപ്പോൾ ഇത് കുറച്ച് ഫോൾസ് ഉണ്ട്, ലൂസ് അറ്റാച്ച്മെൻറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ സ്മൂത്ത് ഏരിയ, ഫേം അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള മസ്കുലർ കോട്ട് വരുന്നത് ഇൻറ്റർണൽ ട്രൈഗോൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റർണൽ ട്രൈഗോൺ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ലോവർ, ഇതൊരു ബേസ് ആണ് കേട്ടോ. യൂറിനറി ബ്ലാഡറിൻ്റെ ബേസ് പോർഷനിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആ ഒരു യൂറിനറി ബ്ലാഡറിൻ്റെ ബേസിൻ്റെ എൻഡിലായിട്ട് അതിൽ ഭയങ്കര ലോവർ പോർഷനിലായിട്ടാണ് ഈ ഒരു ഇൻറ്റർണൽ ട്രൈഗോൺ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഇൻറ്റർണൽ ട്രൈഗോണിനെ പറ്റിയിട്ട് 2-3 പോയിൻറ്റ്സ് എഴുതാം. അതിന് മുന്നേ ഈ ഇൻറ്റർണൽ ട്രൈഗോണിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂറീത്രൽ ഓറിഫസ്, അതായത് ഈ ഒരു ഇൻറ്റർണൽ ട്രൈഗോണിൻ്റെ എൻഡിലായിട്ട് യൂറീത്രൽ ഓറിഫസ് വരുന്നുണ്ട്. സോ നമുക്ക് സൈറ്റോസ്കോപ്പി ഒക്കെ ചെയ്യേണ്ട സമയത്ത് ഈ പറയുന്ന യൂറീത്രൽ ഓറിഫസിന് നമുക്ക് എന്താ പറയുക, ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻ്റർ യൂട്രിക് ബ്രിഡ്ജ് വേണം. അത് ഈ ഇൻറ്റർണൽ ട്രൈഗോണിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റർണൽ ട്രൈഗോൺ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂറിക്കുലർ ഫോഴ്സിനെ പറ്റി പറഞ്ഞു, ഇൻറ്റർണൽ ട്രൈഗോൺ എന്താണെന്ന് പറഞ്ഞു. സൈറ്റോസ്കോപ്പിലെ യൂറീത്രൽ ഓറിഫസിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് പൊതുവേ നമ്മൾ ഈ ഒരു ഇൻറ്റർണൽ ട്രൈഗോൺ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ ഇൻറ്റർണൽ ട്രൈഗോൺ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു ട്രയാങ്കിൾ ഇല്ലേ, ട്രൈഗോൺ ഉദ്ദേശിക്കുന്നത് ട്രയാങ്കിൾ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിളാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് തന്നെ വരച്ചിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിളിൽ ഇവിടെ ഒരു റൈറ്റ് യൂറേറ്റർ, ഇവിടെ ലെഫ്റ്റ് യൂറേറ്റർ അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും യൂറിനറി ബ്ലാഡർ. ആ 2 യൂറേറ്റർ തമ്മിൽ ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നു. അതാണ് ഇൻ്റർ യൂറേറ്ററിക് ബ്രിഡ്ജ്. ഇതിനെ നമുക്ക് ബാർ ഓഫ് മെഴ്സിയർ എന്ന് വിളിക്കുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലോങ്റ്റിറ്റ്യൂഡിനൽ മസിൽ കോഡ്സ് ഉണ്ടാക്കുന്ന ഒരു ബ്രിഡ്ജ് ഫോർമേഷനാണ്. 2 മസിൽ കോഡ്സ് കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മസ്കുലർ ബ്രിഡ്ജാണ് 2 യൂറേറ്റർ തമ്മിൽ. അതാണ് ഇൻ്റർ യൂറേറ്റിക് ബ്രിഡ്ജ് ഓർ ദി ബാർ ഓഫ് മെഴ്സിയർ. ഇനി ഓരോ യൂറേറ്ററും അതുപോലെ ഈ യൂറേറ്ററിനെ കണക്ട് ചെയ്യുന്ന വേറെ റിഡ്ജ് വരുന്നു. അതാണ് യൂറീത്രൽ റിഡ്ജ് അല്ലെങ്കിൽ ബെൽസ് ബാർ എന്ന് പറയുന്നു. അങ്ങനെ 3 റിഡ്ജസ് കൂടി ചേർന്നതാണ് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തത്. ദാറ്റ് ഈസ് ഇൻറ്റർണൽ ട്രൈഗോൺ. ഓക്കെ, അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു യൂറീത്രൽ ഓറിഫസ് ഉണ്ടല്ലോ ഇവിടെ, അത് നമുക്ക് സൈറ്റോസ്കോപ്പി സമയത്ത് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹൈലി മസ്കുലർ കോട്ട് ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇൻ്റർ യൂറേട്രിക് ബ്രിഡ്ജ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ഒരു മീഡിയൻ ലോബ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, ഓവുല വെസിക് എന്നാണ് പറയുന്നത്. അതാണ് ഇൻറ്റർണൽ സ്ട്രക്ചറിൽ പറയാനുള്ളൂ. ഇൻറ്റർണൽ ട്രൈഗോൺ ആണ് മെയിൻലി ഇൻറ്റർണൽ സ്ട്രക്ചറിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ആർട്ടീരിയൽ സപ്ലൈ ആണെങ്കിൽ സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി, ഇൻഫീരിയർ വെസിക്കൽ ആർട്ടറി വരുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ആൻറ്റീരിയർ ഡിവിഷൻ ഓഫ് ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറി. പിന്നെ ഒബ്റ്റുറേറ്റർ ആർട്ടറിയും കൊടുക്കുന്നുണ്ടായിരിക്കും. വീനസ് ഡ്രെയിനേജ് മെയിൽസിലാണെങ്കിൽ വെസിക്കൽ വീനസ് പ്ലെക്സസിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. പിന്നീട് അത് ഇൻറ്റേർണൽ ഇലിയാക് വെയിനിലോട്ട് പോകുന്നു. ഫീമെയിൽസിലാണെങ്കിൽ ബേസ് ഓഫ് ദ ബ്രോഡ് ലിഗമെൻറ്റിൽ ഉള്ള വെയിൻസിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. പിന്നീട് അത് ഇൻറ്റേർണൽ ഇലിയാക് വെയിനിലോട്ട് ഡ്രെയിൻ ചെയ്യുന്നു. ലിംഫാക്ടീസ് ആണെങ്കിൽ എക്സ്റ്റേണൽ ഇലിയാക് ലിംഫ് നോഡ്സിലോട്ടും പിന്നെ കുറച്ച് ഇൻറ്റേർണൽ ഇലിയാക് ലിംഫ് നോഡിലോട്ടും ഡ്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് ഇസ് നെർവ് സപ്ലൈ ഇൻഫീരിയർ ഹൈപ്പോഗാസ്ട്രിക് പ്ലെക്സസ് ഉണ്ടായിരിക്കും. പാരസിമ്പത്തറ്റിക് നെർവ്സ് S2 to S4ഉം സിമ്പത്തറ്റിക് നെർവ്സ് T12 to S2 ആണ് വരുന്നത് അതിൻ്റെ നെർവ് സപ്ലൈ. അതുപോലെ തന്നെ കൂടാതെ സൊമാറ്റിക് പുഡൻ്റൽ നെർവും സെൻസറി ഇൻ്റർവെൻഷൻസും വരുന്നുണ്ടായിരിക്കും യൂറിനറി ബ്ലാഡറിൽ. യൂറിനറി ബ്ലാഡറിനോട് റിലേറ്റഡ് ക്ലിനിക്കൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ഉണ്ടായിരിക്കും. അതായത് മെയിൽസിൻ്റെ കേസിലാണ് അത് വരുന്നത്. പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫിയാണ്. ആ സമയത്ത് നമുക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, കാരണം എന്താണ്, അവിടുത്തെ പ്രോസ്റ്റാറ്റിക് യൂറീത്ര അവിടെ നാരോ ആയിട്ട് മാറും. ഹൈപ്പർട്രോഫി ഓഫ് പെറോസൈറ്റ് ആകുമ്പോൾ അവിടുത്തെ
യൂറീത്ര കുറച്ച് നാരോ ആവുന്നു. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു യൂറീത്രയാണ്. പിന്നെ നമുക്ക് യൂറിനറി ബ്ലാഡറിൻ്റെ നെർവ് സപ്ലൈയിൽ കുറച്ച് ഡാമേജസോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിഫ്ലെക്സ് ബ്ലാഡർ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മിക്ചുറേഷൻ സംഭവിക്കുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് മിക്ചുറേഷനൊക്കെ സംഭവിക്കുന്നു. അതുപോലെ എട്ടോണിക് ബ്ലാഡർ, അങ്ങനെയൊക്കെ കുറച്ച് ക്ലിനിക്കൽ കേസസ് യൂറിനറി ബ്ലാഡർ റിലേറ്റഡ് ആണ്. അതെല്ലാം നെർവ് സപ്ലൈയുടെ ബേസിസിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്ലിനിക്കലി, ഇത്രയേ ഉള്ളൂ. അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിൽ വരുന്നത് ഇപ്പോൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് എഴുതാം. അതല്ലാതെ ഫോക്കസ് ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ്. നമുക്ക് വരച്ചെഴുതാം. പിന്നെ റിലേഷൻസ് ഓഫ് പാർട്സ് വെച്ചിട്ട് തന്നെ പറയാം. ട്രൂ ലിഗ്മെൻറ്റ്സ് വരച്ച് തന്നെ പഠിക്കണം. പിന്നെ വരുന്നത് ഫോൾസ് ലിഗ്മെൻറ്റിന് മെൻഷൻ ചെയ്യാം. ഇൻ്റർണൽ സ്ട്രക്ചറിൽ ഇൻ്റർണൽ ട്രൈഗോൺ ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആർട്ടീരിയൽ സപ്ലൈ, വീനസ് സപ്ലൈ, ലിംഫാറ്റിക്സ്, നെർവ് സപ്ലൈ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവിടെ വോയിഡിങ്ങും പിന്നെ സ്റ്റോറിങ്ങും എല്ലാം ഓൺ ദ ബേസിസ് ഓഫ് ദി നെർവ് സപ്ലൈ ആയിരിക്കും. ഫിസിയോളജിയിലെ മിക്ചുറേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു നെർവ്സ് ആണ്. നെർവ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാലാണ് നമുക്ക് ഇതേപോലെ എട്ടോണിക് ബ്ലാഡർ, ഓട്ടോമാറ്റിക് മിക്ചുറേഷൻ ഒക്കെ ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് യൂറിനറി ബ്ലാഡർ. സോ എല്ലാവരും നന്നായിട്ട് യൂറിനറി ബ്ലാഡറൊക്കെ എഴുതി സ്കോർ കിട്ടട്ടെ എന്ന് ഹോപ്പ് ചെയ്യുന്നു. താങ്ക് യു.